കുറെ നാളുകൾക്ക് ശേഷം നായിക നാട്ടിലേക്ക് വരുവാണ്. പറയാൻ മറന്നുപോയി, നായികയുടെ പേരാണ് സിയോൺ. നായിക അപ്പോൾ ലിഫ്റ്റ് കിട്ടുന്നുണ്ട്. അത് അവിടെ സ്ട്രോബെറി ഒക്കെ കൊണ്ട് കൊടുക്കുന്ന ഒരാളാണ്. അയാളുടെ പേരാണ് സംഹു. കാറിൽ വെച്ചുള്ള സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം നായികയുടെ ഫോൺ ട്രെയിനിൽ വെച്ച് മറന്നുപോയി. അതുമല്ല നായികയുടെ അമ്മ ഹോസ്പിറ്റലുമാണ്. അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ കാരണം ആശുപത്രിയിലാണ്. അതുപോലെ അമ്മയും മോളും നല്ല ടൈംസിലല്ല. പണ്ട് ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഇവർ അച്ഛൻ മരിച്ചത്. അതപ്പോൾ അമ്മയുടെ ശ്രദ്ധക്കുറവാണെന്ന് ഉള്ള ഒരു രീതിയിലാണ് മോള്. സംഹു നായികനെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ സംഹു എന്ന് വിളിക്കുന്നതിന് വല്ല സ്ട്രോബെറി അങ്കിൾ എന്ന് വിളിക്കാം. വീട്ടിൽ ചെന്ന ഉടനെ ആദ്യം തപ്പുന്ന ലാൻഡ് ഫോണാണ്. ആ ലാൻഡ് ഫോണിൽ തന്റെ നമ്പർ കുത്തി വിളിക്കുന്നുണ്ട്. അപ്പൊ അത് ആരും എടുക്കുന്നുണ്ട്. അപ്പൊ നായിക, ഹലോ, ഇതെന്റെ ഫോണാണ്, ഇത് ഞാൻ ട്രെയിനിൽ വെച്ച് മറന്നുപോയതാണ്, അഡ്രസ്സ് പറയായിരുന്നു, ഞാൻ വീട്ടിൽ ഒന്ന് എടുക്കായിരുന്നു. ഫോൺ എടുത്തയാൾ പറയാം, പൈസ തരുവാണെങ്കിൽ ഫോൺ തരാം, അല്ലേ തരത്തില്ല. കൂടുതലൊന്നും പറഞ്ഞില്ല, അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നായികയുടെ ഫോൺ ഇങ്ങോട്ട് കോൾ വരുന്നുണ്ട്. കോള് വിളിച്ചയാള്, ഹലോ, എന്നെ അമ്മ വീട്ടിൽ പൂട്ടിയിട്ടേക്കുക. അപ്പൊ നായിക, അല്ല, നിങ്ങൾ നമ്പർ തെറ്റി വിളിച്ചായിരിക്കും, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. അപ്പൊ തന്നെ ആ ഫോൺ കട്ടാവും. കുറച്ച് കഴിയുമ്പോൾ നേരത്തെ വിളിച്ച ആള് പിന്നെയും വിളിക്കും, സൺഹി പെട്ടെന്ന് ഇങ്ങോട്ട് പോവാ, അമ്മ എന്നെ കൊല്ലാൻ നോക്കുന്നു, എനിക്ക് എന്റെ അഡ്രസ്സ് അറിയത്തില്ല. എന്നിട്ട് അഡ്രസ്സ് പറയുമ്പോഴാണ് നായികയുടെ സെയിം അഡ്രസ്സ്. നായിക പറയുന്നുണ്ട്, നിങ്ങൾ ആരാന്നോർത്ത് വിളിക്കുന്നത്, ഞാൻ സൺഹി ഒന്നുമല്ല. കോള് വിളിച്ചയാള്, നിങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. അന്ന് രാത്രി നായിക അറിഞ്ഞുറക്കം പുറത്തുനിന്ന് ശബ്ദം കയറി ചെന്ന് എന്നാ നോക്കുമ്പോൾ ഇവർ ഫാമിലി ഫോട്ടോ ഭിത്തി ആണി അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ താഴെ പോയി തിരിച്ചെടുത്ത് ആണി അടിക്കാൻ നോക്കുമ്പോൾ ആണി ഇറങ്ങി അപ്പുറത്ത്. എന്താ നോക്കുമ്പോൾ താഴോട്ട് ഒരു അണ്ടർഗ്രൗണ്ട്. ടോർച്ച് എടുത്തുകൊണ്ട് പോയി അവിടെ എന്നെ ഉണ്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ ഒരു പെട്ടി ഇരിപ്പുണ്ട്. അവിടെ നിന്ന് ഒരു പെൺകുട്ടിയുടെ ഡയറി കിട്ടുന്നുണ്ട്. ആ ഡയറി ഇരുന്ന ഫോട്ടോ കൊണ്ട് പിറ്റേ ദിവസം രാവിലെ സ്ട്രോബെറി അങ്കിളോട് ചോദിക്കുന്നുണ്ട് ഇത് ആരാന്ന്. അപ്പൊ യങ്സുക്ക് എന്ന് മാത്രം പറയുന്നുണ്ട്, പേര് മാത്രം പറയുന്നുണ്ട്, കൂടുതൽ വിവരങ്ങളൊന്നും പറയുന്നില്ല. നായിക തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ സൺഹീനെ കാണുന്നുണ്ട്. അതായത് കോള് വിളിക്കുന്ന ആൾ ഈ സൺഹി എന്ന് പറഞ്ഞാണ് ഈ നായികനെ വിളിക്കുന്നത്. അന്നേ ദിവസം രാത്രി തന്നെ പിന്നെയും നായിക കോള് വരികയാണ്. നായിക ഹലോ എന്ന് വെക്കുമ്പോൾ വിളിച്ച ആള്, അമ്മ എന്നെ തീ കത്തിക്കാൻ പോയെന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഫോൺ കഴിയുന്ന ആൾ. ആ പെൺകുട്ടിയെ ആ സ്ത്രീ വലിച്ചോണ്ട് ബേസ്മെന്റിന്റെ ഇടയിലോട്ട് പോകും. സംഭവം എന്താണെന്ന് വെച്ചാൽ 20 വർഷം മുമ്പ് അവിടെ താമസിച്ച യങ്സുക്കിന്റെ ഫോണും നായികയുടെ ഫോണുമായിട്ട് കണക്ട് ആയി. നായികയ്ക്ക് ഏകദേശം മനസ്സിലായി അത് യങ്സുക്ക് എന്ന്. അതേസമയം യങ്സുക്കിന്റെ അമ്മ തീപ്പന്തെടുത്ത് തേത്ത് വെക്കാൻ പോകുമ്പോൾ യങ്സുക്ക് നേരെ തട്ടി അത് ബേസ്മെന്റിലോട്ട് ഇടും. അവിടെ മുഴുവൻ തീ പിടിക്കും. സംഭവം എന്താന്ന് വെച്ചാൽ 20 വർഷം മുമ്പ് അവിടെ തീ പിടിച്ചത് നേരെ നായികയ്ക്ക് ഇപ്പൊ വരുന്നു. അവിടെ ബേസ്മെന്റ്, നായികയുടെ ബേസ്മെന്റും അവിടെ തീ കത്തുന്നത്. പിറ്റേ ദിവസം രാവിലെ പിന്നെയും നായിക കോള് വരും, ഹലോ, അപ്പൊ യങ്സുക്ക്, നീ ഇന്നലെ എന്നെ രക്ഷിക്കാൻ വരാഞ്ഞേ. അപ്പൊ നായിക, ഹലോ, നിങ്ങൾ ഈ അഡ്രസ്സിൽ തന്നെയാണ് ജീവിക്കുന്നത്. അതായത് നായികയുടെ നായിക ഇപ്പം താമസിക്കുന്ന വീടിന്റെ അഡ്രസ്സ് പറയും. അപ്പൊ യങ്സുക്ക് പറയാം അതെ. അപ്പൊ നായിക പറയും, യങ്സുക്കിന്റെ ഒരു ഫോട്ടോ എന്റെ കിട്ടിയിട്ടുണ്ട്, 26/11/1999 എടുത്തേ. അപ്പൊ യങ്സുക്ക്, അതിന് ഇന്ന് 18 ആയതുള്ളല്ലോ, അപ്പൊ എങ്ങനെയാ ആ ഫോട്ടോ നിന്റെ കിട്ടുന്നത്? അപ്പൊ ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടി യങ്സുക്കിന്റെ ഡയറി എഴുതി വെച്ചിട്ടില്ലേ, ആ കുറെ കാര്യങ്ങള് നായിക പറയും. അപ്പൊ യങ്സുക്ക് നോക്കുമ്പോൾ ശരിയാ, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടി നായിക പറയും, ഇന്ന് രാത്രി ഒരു പ്ലെയിൻ അപകടം നടക്കും, അതിൽ 136 പേര് മരിക്കും എന്ന് പറയും. അപ്പം യങ്സുക്ക് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല, ഫോണും കട്ട് ചെയ്യും. യങ്സുക്കിന് ഇപ്പൊ നോക്കുന്നത് സ്റ്റെം മദറാണ്. പെറ്റമ്മ ശരിക്കും മരിച്ചുപോയി. പുള്ളിക്കാരത്തി ഇത്തിരി ബ്ലാക്ക് മാജിക് ഒക്കെ ഉള്ള, കഴിക്കാൻ തന്നെ കൊടുക്കുന്നതാണ് യങ്സുക്കിന്. കുറെ പച്ചക്കറിയും വേരും ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് ഇത് കഴിച്ചോണോ അല്ലെങ്കിൽ നിന്റെ പ്രാന്താശുപത്രി കൊണ്ടാക്കും എന്നൊക്കെ പറയും. യങ്സുക്കിന് വേറെ വഴിയില്ല, അത് കഴിക്കും. ആ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടി വിയിൽ ഒരു ന്യൂസ് വരുന്നത്. അതായത് നമ്മുടെ നായിക പറഞ്ഞ അതേ സംഭവം, ഒരു എയർപോർട്ടിൽ ഒരു അപകടം ഉണ്ടായിട്ട് ഇത്ര പേര് മരിക്കുകയും ചെയ്തു. യങ്സുക്ക് പിറ്റേ ദിവസം രാവിലെ യങ്സുക്ക് നായകനെ വിളിക്കും, അല്ല, ഇതൊക്കെ സംഭവിക്കുന്ന നിനക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ നായക, ഞാൻ പറഞ്ഞില്ലേ, നിന്റെ അതേ വീട്ടിൽ 20 വർഷം കഴിഞ്ഞ് താമസിക്കുന്ന ഞാനാ. യങ്സുക്കിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിംഗർ ഉണ്ട്. ആ സിംഗറിന്റെ പാട്ടൊക്കെ നായിക കേൾപ്പിച്ചു കൊടുക്കും. അതുമല്ല സ്മാർട്ട് ഫോണിന്റെ കാര്യമൊക്കെ പറയും. വീഡിയോ കോൾ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ യങ്സുക്കിന് ഭയങ്കര അത്ഭുതം. സമയം യങ്സുക്കിന് അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞ ഫോൺ പെട്ടെന്ന് കട്ടി. പിറ്റേ ദിവസം രാവിലെ നായികനെ യങ്സുക്ക് വിളിക്കും. കേൾക്കുന്ന നായികയുടെ അച്ഛനും അമ്മ സംസാരിക്കുന്ന ശബ്ദം. സംഭവം എന്താണെന്ന് വെച്ചാൽ 20 വർഷം മുമ്പ് അവരുടെ വീട് മേടിക്കാൻ വേണ്ടി, അതൊന്ന് കാണാൻ വേണ്ടി അവരുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പൊ അവർ തമ്മിൽ സംസാരിക്കുന്ന ശബ്ദം യങ്സുക്ക് ഫോണിൽ കൂടെ കേൾപ്പിക്കും. നായികയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാകുന്നുണ്ട്, കാരണം അച്ഛൻ മരിച്ചു പോയില്ലേ. അപ്പൊ യങ്സുക്ക് ഒരു കാര്യം പറയും, ഈ അപകടം നടക്കുന്ന ഞാൻ തടഞ്ഞാൽ നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കത്തില്ല എന്ന് പറയും. യങ്സുക്ക് പറഞ്ഞ പോലെ അപകടം പോയി തടയും. അതുകൊണ്ട് അച്ഛൻ ജീവനോടെ ഉണ്ട്. വീട് പുത്തം പോലെ ഇരിക്കുന്നു. നായികയുടെ ഫോൺ കാണാതെ പോകുന്നില്ല, കാരണം നായിക വീട് വിട്ട് അങ്ങോട്ട് പോകുന്നില്ല. കാലയിലുണ്ടാകുന്ന പൊള്ളല് മാറും. നായികയ്ക്ക് ഇപ്പൊ അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ടിരിക്കുവോ, പറയാൻ പറ്റാത്ത സന്തോഷം നായിക. ഇപ്പം യങ്സുക്കിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. ഷോപ്പിംഗ് അത് ഇതെന്ന് പറഞ്ഞ് നായിക ഫുൾ ടൈം ഭയങ്കര തിരക്ക്. അന്ന് ദിവസം രാത്രി യങ്സുക്ക് വിളിക്കും. ഫുൾ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് യങ്സുക്കിന്റെ അമ്മ വന്ന് പിടിച്ചോണ്ട് പോകും. ഫോൺ കാണാതെ വിളിച്ചെന്ന് പറഞ്ഞ് റൂമിൽ കൊണ്ടുപോയിട്ട് വട്ടം തല്ലും. സംഭവം ആ പുള്ളിക്കാരത്തി ദുർമന്ത്രവാദം എന്നൊക്കെ വെച്ച് യങ്സുക്കിന് എന്തോ ഒരു മെന്റലി കുഴപ്പമുണ്ട്. അപ്പൊ അത് ദുർമന്ത്രവാദം ഒക്കെ ചെയ്ത് മാറ്റാൻ പറ്റുന്ന ആ പുള്ളിക്കാരത്തി വിചാരിക്കുന്നത്. അത് വെച്ച് നല്ല തല്ലും. നായിക യങ്സുക്കിനെ കുറിച്ച് ഇന്റർനെറ്റ് സെർച്ച് ചെയ്യും. അപ്പോഴാണ് ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്, യങ്സുക്ക് അന്നേ ദിവസം രാത്രി കൊല്ലപ്പെടും. ഇത് നേരെ നായിക വിളിച്ച് യങ്സുക്കിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് നേരെ തിരിച്ചു സംഭവിക്കും. യങ്സുക്ക് നേരെ വളർത്തമ്മേനെ അങ്ങ് കൊല്ലും. അതുകൊണ്ട് തന്നെ യങ്സുക്കിന്
ഭയങ്കര ഫ്രീഡം. ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ടിട്ടില്ല. ഇപ്പൊ അതെല്ലാം ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ സ്ട്രോബെറി അവരുടെ സ്ട്രോബെറി എടുക്കാൻ തരും. 20 വർഷം മുമ്പല്ലേ, അങ്ങനെ ഇപ്പൊ ചെറുപ്പാ. അമ്മ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് സ്ട്രോബെറി കൊണ്ട് അകത്ത് വെക്കുന്നുണ്ട്. അപ്പൊ യങ്സുക്ക് ആ സമയത്ത് അങ്ങോട്ടങ്ങാണ്ട് മാറും. ഇപ്പം ഇങ്ങനെ ഇത് ഫ്രിഡ്ജ് വെക്കാന്നോർത്ത് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ യങ്സുക്കിന്റെ അമ്മേനെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കൂടിനകത്ത് വെച്ചിരിക്കുന്നത്. ഇയാൾക്ക് ഒരു കാര്യമില്ലായിരുന്നു, സ്ട്രോബെറി അവിടെ കൊണ്ട് വെച്ചിട്ട് അങ്ങ് പോയാൽ മതി. അപ്പോഴത്തേക്ക് യങ്സുക്ക് അവിടെ വരുന്നുണ്ട്. ഇപ്പൊ യങ്സുക്കിനോട് സൺഹു ചോദിക്കുന്നുണ്ട്, എന്താ ഇത്? ഇപ്പൊ യങ്സുക്ക് പറയുന്നത്, നിങ്ങൾ അത് തുറക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേരെ അങ്ങ് തീർക്കും. ഇതേ സമയം അവിടെ നിന്ന് കട്ട് ചെയ്ത നായകരുടെ അവിടെ സ്ട്രോബെറി കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛന്റെ അമ്മയുടെ കൂടെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. നായിക പോയിട്ട് തിരിച്ചു വരുമ്പോൾ സൺഹു എന്തെന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് ആരാന്ന് പോലും അറിയത്തില്ല. സംഭവം എന്താന്ന് പറയുമ്പോൾ പാസ്റ്റി കൊന്നില്ലേ, യങ്സുക്ക് പാസ്റ്റി ആ പുള്ളിനെ കൊന്നു. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ജീവിച്ചിരിപ്പില്ല. നായക ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടി ആ സ്ഥലത്തൊക്കെ പോയി നോക്കുന്നുണ്ട്, പുള്ളിയുടെ ഫാമുള്ളത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെയൊന്നും ഫാമേ ഇല്ല, പൊട്ടിപ്പൊളിഞ്ഞു നടക്കും അവിടെയെല്ലാം. ഇത് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്താണെന്ന് തിരക്കുമ്പോൾ പുതിയ പോലീസുകാർക്കൊന്നും അറിയത്തില്ല. എന്നാൽ അവിടെ ഒരു പ്രായമായ പുള്ളിയുണ്ട്. 20 വർഷം മുമ്പ് കൊല്ലപ്പെട്ട ആളെ കുറിച്ച് നിങ്ങൾ അതിന് ഇപ്പൊ തിരക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ ആ കേസ് ആരെ കൊന്നെന്ന് നോക്കുമ്പോൾ യങ്സുക്ക്. നായിക ഇന്റർനെറ്റിൽ ന്യൂസ് സെർച്ച് ചെയ്യുമ്പോഴാണ് യങ്സുക്ക് 2 പേരെ കൊന്നിട്ടുണ്ട്. അതായത് അമ്മേനെയും കൊന്നിട്ടുണ്ട്, ആ സ്ട്രോബെറി അങ്കിളിനെയും കൊന്നിട്ടുണ്ട്. നായിക ആദ്യം ഓർത്ത് എന്നാന്ന് വെച്ചാൽ അമ്മയായിട്ടുള്ള പ്രശ്നം പറഞ്ഞു തീർത്തത്, ചെറിയ വാക്ക് തർക്കമുള്ളൂ, അത് പറഞ്ഞു തീർത്തെന്നാണ് യങ്സുക്ക് നായികയോട് പറഞ്ഞിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇവർ 2 പേരെ കൊന്നെന്നുള്ള കാര്യം നായികയ്ക്ക് ഇപ്പൊ മനസ്സിലായി. നായിക യങ്സുക്കിനെ വിളിക്കുന്നുണ്ട്, എന്തിനാ നീ അദ്ദേഹത്തെ കൊന്നേ, അദ്ദേഹം വെറും പാവമായിരുന്നു. അപ്പം അവളൊരുമാതിരി അറിയാത്തതുകൊണ്ട് എന്ത് കൊന്ന്. അപ്പം ന്യൂസ് കട്ടിങ് അങ്ങ് വായിച്ചു കൊടുക്കും, നീ ഇവർ 2 പേരെ കൊന്നതിന് നീ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ പോകുമെന്ന് പറയും. അപ്പൊ അങ്ങ് യങ്സുക്കിന് അങ്ങ് ടെൻഷൻ കയറും, ഇപ്പോഴേ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഞാനിന്ന് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ പോകണം. അല്ല, എങ്ങനെയാ എന്നെ പോലീസ് പിടിച്ചത്, എങ്ങനെയാ ഞാൻ ചെയ്തെന്ന് പോലീസ് അറിഞ്ഞെന്ന് ചോദിക്കും. നായിക പറയും, ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്യും. യങ്സുക്ക് അന്നേ ദിവസം മുഴുവൻ ഫോൺ വിളിക്കും, നായിക ഫോൺ എടുക്കത്തില്ല. ആ സമയത്താണ് കറക്റ്റ് നായികയുടെ കൊച്ചിലുള്ള നായിക അച്ഛനുള്ള വീട്ടിലോട്ട് വരുന്നത്. കാരണം ഇവര് വീട് വാങ്ങുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ഒപ്പിടാൻ വേണ്ടി അമ്മ വരും എന്ന് പറഞ്ഞ് ഇതുവരെ കണ്ടില്ല. അപ്പൊ അന്വേഷിച്ച് വീട്ടിലോട്ട് വന്നാ. അപ്പൊ യങ്സുക്ക് ഉടനെ പറയും, ഓ അമ്മ ഉറക്കാന്ന് തോന്നുന്നു, നിങ്ങൾ കയറി അകത്തിരിക്കാൻ പറഞ്ഞ് അവര് കയറി അകത്തിരിക്കുമ്പോൾ നായികയുടെ അച്ഛനെ ഇവളങ്ങ് കൊല്ലും. നായികയുടെ അച്ഛൻ കാർ ഓടിക്കാൻ പഠിപ്പിക്കുമായിരുന്നു. ആ സ്പോട്ട് വെച്ച് തന്നെ അച്ഛൻ ഇങ്ങനെ മാഞ്ഞു പോകും. അപ്പൊ നായിക ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാനും പറ്റത്തില്ല. നായിക കരഞ്ഞ് ഓടി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വീട് പഴയതുപോലെ പൊടിയൊക്കെ പിടിച്ചു. കാരണം അച്ഛൻ മരിച്ച്, അപ്പൊ അവിടെ ആരും താമസിക്കുന്നില്ല. അപ്പൊ അവിടെ കോൾ അടിക്കും. അപ്പം യങ്സുക്ക്, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഫോൺ എടുക്കാൻ, നീ അത് കേട്ടില്ല, നിന്റെ അച്ഛനെ ഞാനിപ്പോ കൊന്നിട്ടുണ്ട്, ഇനി നീ ഫോൺ എടുത്തില്ലേ നിന്റെ അമ്മേനെ ഞാൻ കൊല്ലും. അതിനിടയ്ക്ക് യങ്സുക്കിന്റെ വീട്ടിൽ പോലീസുകാർ വരുന്നുണ്ട്. അതായത് സ്ട്രോബെറി അങ്കിളിനെ കാണാനില്ല. അപ്പൊ ചുറ്റുവട്ടത്തുള്ള വീട്ടിലെല്ലാം തിരക്കുന്നുണ്ട്. അങ്ങേര് ഡെലിവറിക്ക് ഇതുവരെ വന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു പോലീസുകാരൻ ഇവിടെ ഒരു ഡൗട്ട് ഉണ്ട്. കാരണം ഇവിടെ ഒരുമാതിരി അങ്ങേരെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങേരെ അറിയത്തേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് തിരിയുമ്പം ഇവളുടെ പുറകെ സ്ട്രോബെറി ഇരിപ്പുണ്ട് പെട്ടിക്കകത്ത്. അപ്പൊ ഇവള് പറയാം, അതെന്റെ അമ്മ മേടിച്ച. അപ്പൊ അമ്മ എന്തെന്ന് ചോദിക്കുമ്പോ അമ്മ വീട്ടിൽ ഇല്ല, കുറെ എങ്ങോട്ടാ എപ്പോ വരും ചോദിക്കുമ്പോ അതറിയത്തില്ല, വരുമ്പം അറിയിക്കാന്ന് പോലീസുകാരോട് പറയാം. അപ്പൊ ഒരു പുള്ളിക്ക് ഇവളെ അപ്പോഴേ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതേസമയം അവിടെ നിന്ന് കട്ട് ചെയ്ത നായിക യങ്സുക്ക് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇവളെ ക്രൈം ഡീറ്റെയിൽസ് എല്ലാം എടുക്കുന്നുണ്ട്. അപ്പൊ ഇവളെ എങ്ങനെ പിടികൂടിയെന്ന് പറയുമ്പോൾ ഇവരെ കുത്തിക്കൊല്ലാൻ ഉപയോഗിച്ച് കത്തി ഇവള് വേസ്റ്റ് കളയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് വന്ന് കളക്ട് ചെയ്യുന്ന ഒരാളെ കിട്ടി. അപ്പൊ പുള്ളി ചോര കണ്ടിട്ട് പോലീസുകാരെ കൊടുത്തു, അങ്ങനെ പിടിക്കുന്നത്. അപ്പൊ ഇത് എവിടെയുണ്ടെന്ന് കത്തി ഇപ്പൊ എവിടെയാന്ന് അറിയിക്കുന്നിടത്ത് ഇവള് ആ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ യങ്സുക്ക് രാവിലെ തന്നെ അങ്ങോട്ട് വന്നു. സംഭവം കത്തി അവിടെയൊന്നും അല്ല, നായിക കൊല്ലാൻ നോക്കിയത് ഇവളെ. കാരണം അവിടെ ഒരു കൃത്യം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ഗ്യാസ് ലീക്കായിട്ട് പൊട്ടിത്തെറി നടക്കുന്നുണ്ട്. അപ്പൊ ഇവളെ യങ്സുക്ക് അവിടെ ചെല്ലുമ്പോൾ അങ്ങ് പൊട്ടിത്തെറിച്ച് മരിച്ചോളൂ എന്ന് ഓർത്താണ് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ യങ്സുക്കിന്റെ കോള്, മോളെ നിനക്ക് എന്നെ അവിടെ വെച്ച് കിട്ടി, പക്ഷെ ജസ്റ്റ് വിസിറ്റ് ഞാൻ രക്ഷപ്പെട്ടു, നീ ചെയ്തത് നിനക്കൊരു ചെറിയ സമ്മാനം തരാന്ന് പറഞ്ഞ കൊച്ചിലുള്ള നായികയുടെ കാലിലോട്ട് തിളച്ച വെള്ളം ഒഴിക്കും. അപ്പൊ നായികയ്ക്ക് ഇപ്പൊ വേദന വരുന്നുണ്ട്. കാരണം അവിടെ ഒഴിക്കുമ്പോൾ പ്രസന്റ് ഉടനെ റിഫ്ലക്ട് ചെയ്യും. നായികയുടെ കാലിങ്ങനെ പൊള്ളി വേദന കൊണ്ട് പൊളയും. ഇനി മോള് പറ, ശരിക്കും എന്നെ പോലീസ് പിടിക്കാൻ എന്നെ കാരണം? അത് ആ കത്തി തന്നെയായിരുന്നു. ശരിക്കുള്ള സ്ഥലം നായിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സംഭവം എന്താന്ന് പറഞ്ഞാൽ നേരത്തെ ശരിക്കും കത്തി കൊണ്ട് തന്നെയാണ് പോലീസ് അവളെ പിടിക്കുന്നത്. പക്ഷെ വെച്ച സ്ഥലം മാത്രമാണ് ഇവള് മാറ്റി പറഞ്ഞു കൊടുത്തത്. ഇത്തവണ പോയി ശരിക്കുള്ള സ്ഥലത്തുനിന്ന് പോയി കത്തി എടുത്ത് അങ്ങേരെയും കൊല്ലുന്നുണ്ട് യങ്സുക്ക്. അത് കഴിഞ്ഞ് യങ്സുക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ച് നിന്റെ അമ്മ കാരണമെന്നാണ് വിചാരിക്കുന്നത്, എന്നാ അങ്ങനെയല്ല, അതിന് കാരണം ഞാൻ അടിയുന്ന ഒരു വർത്താനം യങ്സുനോട് പറയാം. അന്നേരം നായികക്കാണ് ദേഷ്യം വന്നിട്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ആ സമയമാകുമ്പോഴാണ് മോളെയും ഭർത്താവിനെയും കാണുന്നില്ലെന്ന് പറഞ്ഞ് നായികയുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതി ആയിട്ട് ചെല്ലുന്നത്. അപ്പൊ അവസാനമായിട്ട് എങ്ങോട്ടാ പോകുന്ന ചോദിക്കുമ്പോൾ യങ്സുക്കിനെ ഉള്ളൂട്ട്. അപ്പം നേരത്തെ തന്നെ യങ്സുക്കിനെ സംശയമുള്ള ഒരു പോലീസുകാരുണ്ട്. അങ്ങേരും കൂടെ നായികയുടെ അമ്മയോടെ ചെല്ലും വീട്ടിൽ തിരക്കാൻ. ഇവര് വീട്ടിൽ ചെന്ന് തപ്പും അവിടെ ഒന്നുമില്ല. അപ്പൊ ഭർത്താവിന്റെ ഫോണിൽ കോൾ ചെയ്യാൻ ഓർക്കുമ്പോൾ ഇങ്ങോട്ടൊരു കോൾ വരും. അത് പ്രസന്റിന്ന് നായിക വിളിക്കുന്ന, അമ്മ വേഗം ഓടുന്നെന്ന് തീരുന്നതിന് മുമ്പ് പോലീസുകാരനെ യങ്സു അങ്ങ് വെട്ടിക്കൊല്ലും. അപ്പൊ അമ്മ ഓടി ഒരു റൂമിൽ പോയി വിളിക്കും. ഇപ്പൊ പ്രസന്റിൽ ഒരു യങ്സുക്ക് ഉണ്ട്. അത് എങ്ങനെയാ വന്നെന്ന് അറിയുമ്പോൾ കത്തി കാരണം പോലീസ് പിടിച്ചെന്നല്ലേ പറഞ്ഞേ. അപ്പൊ
ഇവള് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവളെ കത്തി മാറ്റുന്നതുകൊണ്ട് യങ്സുക്കിന് പോലീസ് പിടിക്കുന്നില്ല. അതുകൊണ്ട് പ്രസന്റിൽ ഒരു യങ്സുക്ക് ഉണ്ട്, പാസ്റ്റിലും ഒരു യങ്സുക്ക് ഉണ്ട്. മൊത്തം 2 യങ്സുക്ക് ഉണ്ട്. ഇപ്പോൾ പാസ്റ്റിലുള്ള നായികയുടെ അമ്മേനെയും പ്രസന്റിലുള്ള നായികേനെയും യങ്സുക്ക് കൊല്ലാൻ വരുന്നുണ്ട്. അതായത് പാസ്റ്റിലും പ്രസന്റിലും യങ്സുക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. കുഞ്ഞു നായികയുടെ ശബ്ദം കേട്ട് അമ്മ വെളിയിൽ ഇറങ്ങുമ്പോൾ യങ്സുക്ക് പുറകെ നിൽപ്പുണ്ടായിരുന്നു, ഒറ്റ വെട്ട്. അപ്പം അമ്മ നേരത്തെ കഥ അടത്തുന്നില്ല പറഞ്ഞത്. അപ്പൊ വേറെ വഴിയില്ല, നായകനെ രക്ഷിക്കാൻ വേണ്ടി യങ്സുക്കുമായിട്ട് അമ്മ എടുത്ത് പൊക്കത്ത് നിലയിന്ന് താഴോട്ട് ചാടും. അപ്പൊ രണ്ടുപേരും മരിക്കും. പാസ്റ്റിലുള്ള യങ്സുക്ക് മരിച്ചു പോയോണ്ട് പ്രസന്റിലുള്ള യങ്സുക്ക് മാഞ്ഞു പോകും. അവസാനം നായികയ്ക്ക് രണ്ടുപേരെയും നഷ്ടപ്പെട്ടു. അച്ഛന്റെ കല്ലറയുടെ അവിടെ നിന്ന് നായിക കരയുമ്പോൾ പുറകിൽ നിന്ന് ആരെ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കും ഇത് ആരെ വിളിക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ അമ്മ. നായിക ഓടി ചെന്ന് അമ്മേനെ കെട്ടിപ്പിടിക്കും. അപ്പൊ കെട്ടിപ്പിടിക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ ഈ പാടൊക്കെ ഉണ്ട്. അതായത് നേരത്തെ യങ്സുക്ക് വെട്ടാൻ കഴിഞ്ഞപ്പോൾ തടഞ്ഞതും കഴുത്തിന് ടേറ്റ് വെട്ടിന്റെ പാടും അതൊക്കെ ഉണ്ട്. അമ്മ എന്നാൽ അന്നത്തെ വീഴ്ച മരിച്ചു കാണത്തില്ല. എന്നാൽ നായിക അമ്മയും കൂടെ കുറച്ചെങ്ങ് നടന്നു പോകുമ്പോൾ അമ്മ പതിയെങ്ങ് മാഞ്ഞു പോകും. നോക്കുമ്പോൾ എന്നാ യങ്സുക്കും മരിച്ചിട്ടില്ലായിരുന്നു. അതായത് പ്രസന്റിലുള്ള യങ്സുക്ക് പാസ്റ്റിലുള്ള യങ്സുക്കിനും വിളിക്കുന്നു. ഇതും കാണിച്ചാണ് ഈ മൂവി അങ്ങ് തീരുന്നത്.